പീപ്പിൾ ലാഫ് ചെയ്താൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ചിരിച്ചാൽ നിങ്ങളുടെ ഫുൾ കോൺഫിഡൻസ് ഡൗൺ ആകുന്നുണ്ടോ? അത് 10 സെക്കൻഡിൽ നാച്ചുറൽ ആക്കാൻ വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പീപ്പിൾ ലാഫ് ചെയ്താൽ ഫിയർ ഇല്ലാതെ ഇംഗ്ലീഷ് കണ്ടിന്യൂ ചെയ്യാനുള്ള മെത്തേഡ്. ലെറ്റ്സ് ബി ഹോണസ്റ്റ്. ഒരു മിസ്റ്റേക്ക് പറഞ്ഞാൽ പലരും ചിരിക്കും, ഫേസ് നോക്കും, ടീസ് ചെയ്യും. ആ ചിരി മൈൻഡിനെ വേഴ്സ്റ്റായി ഹിറ്റ് ചെയ്യും. ഞാൻ തെറ്റിച്ചു, എനിക്ക് ഇംഗ്ലീഷ് വരില്ല, ഞാൻ പറഞ്ഞാൽ വീണ്ടും അവർ ചിരിക്കും, വീണ്ടും പറഞ്ഞാൽ വീണ്ടും അവർ ചിരിക്കും. ഇതാണ് ജഡ്ജ്മെന്റ് ഫിയറിന്റെ ഡേഞ്ചറസ് മൂമെന്റ്. നിങ്ങളുടെ സ്പീക്കിംഗ് ജേർണി ഇതിൽ തന്നെ സ്റ്റോപ്പ് ആകും. ആളുകൾ ചിരിക്കുന്നു ബിക്കോസ് അവർക്ക് ഫൺ, അല്ലെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് കുറച്ച് കൂടുതലായിരിക്കും. Truth, their reaction is equal to their habit. Your speaking is equal to your growth. Gentle smile. Why? Mind in a message. I am safe. No danger. Step 2. 3-second calm line. Small line say ചെയ്യുക. It's okay. I am learning. Correct me if I am wrong. ഇതൊക്കെ പറഞ്ഞാൽ ടെൻഷൻ വാനിഷ്. Step 3, 5 second continue. Most powerful step, continue speaking. ചിരിയുടെ പവർ ഇവിടെ തന്നെ ഫിനിഷ്. When you continue, mind says, this laugh cannot stop me. Confidence jumps plus fear collapse. Real example, you say, I am going. Someone laugh. You smile. It's okay, I am learning. Then continue. I am going. Instant respect, instant confidence. People laugh ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. But that laugh നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഈ സ്മൈൽ ബാക്ക് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യൂ. ഫിയർ ഡിസപ്പിയർ ചെയ്യും. കമന്റ്, I will practice. നാളെ ഡേ 21 നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വോയിസ് സ്മോൾ ആകുന്നത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഫോളോ ചെയ്യൂ.